ഈശോ മിശിഹായുടെ കാൽവരിയിലെ ബലിയുടെ സ്മരണയ്ക്കായി മലയാറ്റൂർ മല കയറുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ശീലമാണ്. വിശുദ്ധ തോമാസ് ലീഹ ഭാരതത്തിൽ വന്നപ്പോൾ സ്ഥാപിച്ച പള്ളികളൊന്നാണിത് എന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. നാട്ടുകാരിൽ നിന്നും കടുത്ത എതിർപ്പ് നേരിട്ട തോമാസ് ലീഹ അഭയകേന്ദ്രമാക്കിയത് ഈ മലയെയാണെന്നാണ് ഐതിഹ്യം. മല കയറിയ വിശുദ്ധ തോമാസ് അവിടെ പാറപ്പുറത്ത് ഒരു കുരിശടയാളം വരച്ചു. അത് സ്വർണവർണ്ണത്തോടെ തിളങ്ങാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ മലയ്ക്ക് കുരിശുമുടി എന്ന് പേര് വന്നതെന്നും കഥയിലുണ്ട്. നൊയമ്പ് കാലത്ത് ക്രിസ്ത്യാനികൾ ധാരാളമായി ഇവിടേക്ക് എത്താറുണ്ട്. താഴ്വാരത്ത് നിന്നും ഏതാണ്ട് 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ നടന്നാൽ മാത്രമേ നമ്മൾ മുകളിലെത്തൂ. പൊന്നിൻ കുരിശുമല മുത്തപ്പോ എന്ന് വിളിച്ച് ഈ ദൂരമെല്ലാം പിന്നിടുന്ന വിശ്വാസികൾക്ക് മുകൾ തട്ടിൽ ചെല്ലുമ്പോൾ വിശുദ്ധ തോമാസ് ലീഹായുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന സന്നിധിയിൽ അല്പനേരം ഭക്തിയോടെ ചെലവിടാം. ആനകുത്തിയ പള്ളിയും സജീവ ആരാധനകൾ നടക്കുന്ന മലമുകളിലെ പള്ളിയും പ്രാർത്ഥനയോടെ നോക്കിക്കാണാം. ആ യാത്രയിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടുകയാണ്. ടാറിട്ട റോഡ് തീരുന്നിടത്തു നിന്നാണ് മലകയറ്റം ആരംഭിക്കുന്നത്. സമീപത്തായുള്ള കുരിശുപള്ളിയിൽ നിന്ന് പ്രാർത്ഥനയോടെയാണ് ഭൂരിഭാഗം പേരും തുടങ്ങുന്നത്. 1-ാം സ്ഥലം എത്തുന്നത് വരെയുള്ള ദൂരം കുറച്ചധികമാണ്. ഏതാണ്ട് ഒരു 20 മിനിറ്റെങ്കിലും എടുക്കും 1-ാം സ്ഥലത്തെത്താൻ. 1-ാം സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലങ്ങളിലേക്ക് അധികം നടക്കാനില്ല. ഏതാണ്ട് 5 മിനിറ്റ് വെച്ച് എടുത്താൽ നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്താം. കുരിശും ചുമന്ന് ചമ്മട്ടിയടിയേറ്റ് ഗാഗുൽത്ത കയറിയ ഈശോ മിശിഹായെക്കുറിച്ച് ധ്യാനിച്ചു കയറുന്ന വിശ്വാസികൾക്ക് ഈ കയറ്റമൊന്നും കടുപ്പമേറിയതല്ല. കൊടുങ്കാടിന് നടുക്കാണ് മലയെന്നതിനാൽ തീർത്ഥാടക സീസണിൽ കാട്ടുതീയുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളും ഏറെയാണ്. കല്ലിൽ നിന്ന് കല്ലിലേക്ക് ചൂടുവെച്ച് കയറുന്നവർ ഇടയ്ക്കെല്ലാം വിശ്രമിക്കുവാൻ കുറച്ച് സമയമെടുക്കുന്നുണ്ട്. അണപ്പും ദാഹവും എല്ലാം മാറ്റി പതുക്കെ മല കയറുന്നതാണ് ആരോഗ്യത്തിന് ഉത്തമം. രാത്രി മല കയറാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടും നന്നായെന്ന് എനിക്ക് ബോധ്യമായി. പകൽ സമയത്താണെങ്കിൽ സൂര്യകിരണങ്ങളേറ്റ് നമ്മൾ വാടിയേനെ. രാത്രി ആയതിനാൽ അന്തരീക്ഷം തണുത്തിരുന്നതും നേരിയ മഴ പെയ്തതിനാൽ പൊടിപാറാത്ത സാഹചര്യവും മലകയറ്റത്തിന് അനുകൂലമായിരുന്നു. പ്രായം വകവയ്ക്കാതെ സ്മാർട്ടായി കയറുന്ന അമ്മച്ചിമാരും കന്യാസ്ത്രീമാരും വിശ്വാസ തീക്ഷ്ണതയുടെ ഉത്തമ ദൃഷ്ടാന്തങ്ങളായിരുന്നു. 1-ാം സ്ഥലം കഴിഞ്ഞു കിട്ടിയ ആശ്വാസത്തിൽ ഞാനും കുറച്ച് വേഗം കൂട്ടി. ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോഴും ചെറുതായി ആവേശം വരുന്നുണ്ടായിരുന്നു. എല്ലായിടത്തും ഭക്തർ പ്രാർത്ഥനകൾ ഉരുവിട്ടും മെഴുകുതിരികൾ കത്തിച്ചും ബഹുമാനത്തോടെ കുരിശിനെ വണങ്ങി. താഴ്വാരം കഴിഞ്ഞാൽ പിന്നീട് 5-ാം സ്ഥലമൊക്കെ കഴിയുമ്പോഴാണ് കുടിവെള്ളത്തിനുള്ള സൗകര്യവും ശൗചാലയവും ഒക്കെ കാണുക. മുകളിലേക്ക് കയറി 10-ാം സ്ഥലമാകുമ്പോഴേക്കും കുടിവെള്ളവും ചെറു ഭക്ഷണമൊക്കെ കിട്ടുന്ന മറ്റു കടകൾ കാണാം. പള്ളികളിൽ നിന്നും സംഘടനകളുടെ ഭാഗവുമായൊക്കെ മല കയറാൻ വരുന്നവരും വളരെ ഉണ്ട്. ഒരു സംഘം വലിയൊരു കുരിശും കൊണ്ട് മല കയറുന്നത് കണ്ടു. പല പ്രായത്തിലുള്ളവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. മലമുകളിലേക്ക് എത്തിയപ്പോൾ നിരവധി വലുപ്പത്തിലുള്ള വിവിധ കുരിശുകൾ അവിടെ അട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. സന്നിധിയിലേക്കുള്ള കവാടത്തിൽ നേർച്ചയിട്ട് അകത്തേക്ക് കയറുമ്പോൾ അച്ഛന്മാർക്കും സഹായികൾക്കും താമസിക്കാനുള്ള സൗകര്യങ്ങളും വിശാലമായ കുമ്പസാര സൗകര്യങ്ങളും കണ്ടു. ഭക്തർക്ക് വിശ്വാസ സംബന്ധമായി സാധനങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള സൗകര്യവും മലമുകളിലുണ്ട്. ആനകുത്തിയ പഴയ പള്ളിയും ചേർന്ന് തന്നെയുള്ള ഉറവുപറ്റാത്ത കിണറും വിശുദ്ധ ബലി അർപ്പിക്കുന്നതിനുള്ള ദേവാലയവും വളരെ ഭംഗിയായി പരിപാലിക്കുന്നുണ്ട്. വിശുദ്ധ തോമാസ് ലീഹായുടെ കാൽപ്പാട് പതിഞ്ഞെന്ന് വിശ്വസിക്കുന്ന സ്ഥലം സംരക്ഷിതമാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങണം. പോരുന്ന വഴിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ അകലെ നിന്നുള്ള ദൃശ്യവും നമുക്ക് കാണാം. കുറച്ചൊരു ദൂരത്തേക്ക് പടിക്കെട്ടുകൾ ഉള്ളതുകൊണ്ട് വളരെ സുഖമായി നമുക്ക് താഴേക്കിറങ്ങാം. പടിക്കെട്ടുകൾ തീരുന്നിടത്ത് നിന്ന് വലതോരം ചേർന്ന് താഴേക്കിറങ്ങിയാൽ സുഗമമായ ഒരു പാത കിട്ടും. മറ്റ് ഭാഗങ്ങളെ വെച്ച് പാറക്കല്ലുകൾ കുറഞ്ഞ ഒരു വഴിത്താരയാണിത്. ഞാൻ ഇറങ്ങി തുടങ്ങിയപ്പോൾ പാതിരാത്രിയോട് അടുത്തിരുന്നെങ്കിലും ആളുകൾ അപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമ്മൾ താഴ്വാരത്തെത്തും. താഴെയെത്തി ഒരു നാരങ്ങാ വെള്ളമോ കരിമീൻ വെള്ളമോ കുടിച്ച് ദാഹമകറ്റി യാത്ര തുടരുമ്പോൾ നമ്മളിൽ ഒരു നവോന്മേഷം നിറയും. വീണ്ടും വരാനുള്ള ആഗ്രഹത്തോടെ മലയാറ്റൂരിനോടും പൊന്നിൻ കുരിശുമല മുത്തപ്പനോടും നമുക്ക് വിട പറയാം. മലയാറ്റൂർ മലയിൽ നിന്ന് അധികം ദൂരെയല്ല കൊച്ചിൻ രാജ്യാന്തര വിമാനത്താവളം. ആലുവ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലെത്തുന്നവർക്കും മലയാറ്റൂർക്ക് എത്തിപ്പെടുന്നത് ബുദ്ധിമുട്ടല്ല. റോഡ് മാർഗം പെരുമ്പാവൂർ, കാലടി, അങ്കമാലി ഭാഗങ്ങളിൽ നിന്ന് എളുപ്പമാണ് എത്തിച്ചേരാൻ. അതിരപ്പള്ളിയിൽ നിന്നും പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടങ്ങളിലൂടെ എത്തിച്ചേരാനും സാധിക്കും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വിശേഷ ദിവസങ്ങളിൽ ധാരാളം ഓപ്ഷനുകൾ ഉണ്ടാകും. സാധാരണ ദിവസങ്ങളിൽ മലയാടിവാരത്തിലുള്ള ചെറിയ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ടാകും. ടൂറിസ്റ്റുകൾ ധാരാളം എത്തി തുടങ്ങിയതോടെ ചെറിയ റിസോർട്ടുകളും മറ്റും മലയാറ്റൂർ ആരംഭിച്ചിട്ടുണ്ട്. തീർത്ഥാടന കാലത്ത് മലയാറ്റൂർ സന്ദർശിക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് മറക്കാനാവാത്ത അനുഭവമായിരിക്കും സമ്മാനിക്കുക.